എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഹസീന ഇഷിതയോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഹസീന അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അയാൾ വലിയൊരു പോരാളിയായിരുന്നു. ആ യുദ്ധത്തിൽ അയാൾ മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒരു പെണ്ണിനെ ആക്രമിച്ചത് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, സഹിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും അയാളുമായിട്ട് യാതൊരു ബന്ധവും കാണരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഇനി ഒരിക്കലും അയാളുമായിട്ട് ബന്ധിപ്പിക്കരുത് എന്ന് ഇഷിതയോട് പറയുന്നുണ്ട്. അന്നേരം ഇഷിത ചോദിക്കും, ശോഭി അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് ഹസീന വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം വിശ്വസിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഡോക്ടർക്ക് അയാളുടെ ആ വീരകൃത്യത്തിലൊക്കെ അങ്ങ് മയങ്ങിയിരിക്കുമായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഒരു മാർഗ്ഗവും ഇല്ലാതെ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്ന് പറയും. എന്നിട്ട് ശോഭി കൊടുത്തതാണ് എന്ന് പറഞ്ഞൊരു കമ്മലോ സ്വർണ്ണത്തിൻ്റെ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇത് ശോഭി കൊടുത്തതാണ് എന്ന് പറഞ്ഞ് എൻ്റെ മകളിലേക്ക് കൊടുത്തതാണ് ഇഷിത. ഇത് അന്ന് അവിടെ ഞാനില്ലാത്തത് കൊണ്ടാണ് മോളത് മേടിച്ചത്, അല്ലെങ്കിൽ അപ്പോഴേ ഞാനിത് തിരിച്ചു തന്നേനെ. ഇത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേരെ. ഇനി ഞങ്ങളെ ശല്യം ചെയ്യാൻ വരരുത് എന്ന് പറഞ്ഞിട്ടാണ് ഹസീന അവിടുന്ന് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷ് ഓഫീസിലേക്ക് എത്തുമ്പം അവിടെ സെക്യൂരിറ്റി പറയുന്നുണ്ട്, സാറ് താമസിച്ചു വന്നത് നന്നായി, നേരത്തെ വന്നായിരുന്നെങ്കിൽ ആകെ നാണം കിട്ടേനെ. ഇവിടെ വനിതാ പ്രവർത്തകരുടെ പ്രകടനമായിരുന്നു, അവരെന്തൊക്കെയാണ് സാറിനെ പറ്റി പറഞ്ഞതെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ദേഷ്യം വരും മഹേഷിന്. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് മഹേഷ് അകത്തേക്ക് കയറിപ്പോരുവാണ്. കയറിപ്പോരുമ്പോഴും സ്റ്റാഫിനെല്ലാം ഒരു ചെറിയൊരു ഇറിറ്റേഷനും ഒരു ബുദ്ധിമുട്ടൊക്കെ മഹേഷിനെ കാണുമ്പം. അന്നേരം അതിലൊരാൾ പറയുന്നുണ്ട്, നമ്മളുടെ നെഞ്ചിനിട്ട് കുത്തുന്നതുപോലെ തന്നെയാണ് മകളെ വളർത്തുന്നത്, പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ക്യാബിനിൽ വന്നിരുന്നിട്ട് മഹേഷ് ആകെ വിഷമിച്ചിരിക്കുക. അന്നേരം വിവേക് അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം ആശ്വസിപ്പിക്കുവാണ് വിവേക്, നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? വനിതാ പ്രവർത്തകർ കുറേ പേര് ഇവിടെ വന്ന് പ്രകടനം നടത്തിയിട്ട് പോയി. കാശുണ്ടെങ്കിൽ അവർ നമ്മളുടെ കൂടെ നിൽക്കും, അതിനും മാർഗ്ഗമുണ്ട് എന്ന് പറയുമ്പം മഹേഷ് പറയുന്നുണ്ട്, ഇതാരാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ആ ആകാശ് മേനോനാണ് ഇതിനെല്ലാം പുറകിൽ എന്ന് മഹേഷ് പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട്, ആ ഇഷിതയുടെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ് ഇതിനെല്ലാം പ്രശ്നം, അതെന്തിനാ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇഷിത പറഞ്ഞത് എന്ന് ചോദിക്കുവാണ്. അന്നേരം മഹേഷ് പറയുന്നുണ്ട്, ഇതെല്ലാം പ്ലാൻഡ് ആണ്. കാരണം ആ ഇൻ്റർവ്യൂ തുടങ്ങിയത് എന്നെ അഭിനന്ദിച്ചുകൊണ്ടാണ്, പിന്നെ ഫാമിലിയിലേക്കുള്ള ചോദ്യങ്ങളായി. ഞാൻ രചനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷിത അങ്ങോട്ട് കയറി വന്നത്. എല്ലാം പറഞ്ഞു തീർത്ത് ഞാൻ ഇഷിതയോട് ചെയ്തതിനും ക്ഷമ ചോദിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു ഇഷിത അത്രയും ദേഷ്യപ്പെട്ടത്. അതെന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് ചെയ്യാം, എൻ്റെ കഷ്ടകാലം എന്നിങ്ങനെ മഹേഷ് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം വിവേക് പറയും, നീ അങ്ങനെ വിഷമിക്കാതെ, സാരമില്ല, നമുക്ക് പരിഹാരം കാണാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മഹേഷ് പറയുവാണ്, ഈ ഓഫീസിലും എനിക്കെതിരെ പലരും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം, അതൊക്കെ ഞാൻ വെട്ടി വീഴ്ത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ CCTV ഫുട്ടേജിൻ്റെ കോപ്പി ഓർമ്മ ഇങ്ങോട്ട് തന്നേക്കണം കേട്ടോ എന്ന് പറയും. ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിവേകം അവിടുന്ന് പോരുന്നു. പിന്നീട് ഇഷിതയുടെ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുക്കുകയാണ്. അവർക്ക് ബിസിനസ്സായിട്ട് ഈ ചികിത്സേനെ രോഗികളെ ഒന്നും കാണാൻ താല്പര്യമില്ല. ഒരു ട്രസ്റ്റായിട്ട് ചാരിറ്റിക്ക് വേണ്ടി തന്നെയാണ് അവർ ആ സ്ഥാപനം ഏറ്റെടുക്കുന്നത്. അപ്പം അതിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇഷിത ഡോക്ടറെയാണ്. ഇഷിത ഡോക്ടറിൻ്റെ സേവനവും അവർക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി MD വിളിക്കും, ഇഷിതയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അന്നേരം MD പറയുന്നുണ്ട്, ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മെയിൻ ആളാണ് മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ, അയാൾക്ക് ഇഷിതയുമായിട്ട് സംസാരിക്കണം എന്ന് പറയും. അവർ പുറത്തിറങ്ങി സംസാരിക്കുവാണ്. സംസാരിക്കുമ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ശരിക്കും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. രോഗികളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മേടിക്കാനോ ലാഭം കൊയ്യാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ ഞങ്ങളുടെ കൂടെ ഇഷിത ഡോക്ടറും വേണം എന്ന് പറയും. അപ്പോൾ ഇഷിത പറയും, പറഞ്ഞാൽ മതി, എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന്. അപ്പോൾ അവരൊരു ഡിമാൻഡ് വയ്ക്കുവാണ്, ആ ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടറായിട്ട് ഇഷിത ചാർജ് എടുക്കണം. ആദ്യം ഇഷിതയ്ക്ക് ഒരു മടിയാട്ടോ, വെച്ചാൽ വേറെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, കൂടുതൽ കാലം വർക്ക് ചെയ്തു എന്ന് ഉള്ളതല്ല ഒരു ഡോക്ടറിൻ്റെ ക്വാളിറ്റി, അതിനപ്പുറമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ചാർജ് എടുക്കണം എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും, ട്രസ്റ്റിലെ എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറയും. അങ്ങനെ നിർബന്ധിച്ച് കഴിയുമ്പം ഇഷിത കൈ കൊടുത്ത് സമ്മതിക്കുവാണ്. പിന്നീട് നമ്മളുടെ ചിപ്പിമോളെയാണ് കാണിക്കുന്നത്. ചിപ്പിമോളെ മഞ്ജിമ ഒരുക്കും കേട്ടോ. അവർ വൈകിട്ട് ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അന്നത്തേക്കും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ മഹേഷിന്. അത് തന്നെ വൈകിട്ടാകുമ്പോഴത്തേക്കും മഹേഷും വരും. മോൾ ഒരുങ്ങി ഓടി വന്ന് അച്ഛാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം എല്ലാവരും മോളെ ഞാൻ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ എന്നെ ആരും എടുക്കണ്ട, എൻ്റെ അച്ഛൻ മാത്രം എടുത്താൽ മതി, ഡാഡി മാത്രം എടുത്താൽ മതിയെന്ന് ചിപ്പിമോൾ പറയുന്നുണ്ട്. അന്നേരം ഡാഡി റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞ് എല്ലാവരും റെഡിയായി ഔട്ടിങ്ങിന് വേണ്ടി ഇറങ്ങുവാണ്.
പോവുകയാണ്. വണ്ടിയെ കയറുമ്പോഴത്തേക്കും ദേ വരുന്നു നമ്മുടെ രചനയെ കാണുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങും മഹേഷ്. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, ഈ വരവ് അത്ര പന്തി അല്ലല്ലോ മഹേഷ് എന്ന് പറയുന്നുണ്ട്. ആകപ്പാടെ ടെൻഷനിലാവുകയാണ് സ്വപ്നവല്ലി. അന്നേരം അടുത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും മഹേഷ് ചോദിക്കും, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. അന്നേരം ആ ചോദ്യം അൺനെസസറി ആണ്, ഞാൻ എൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നത് എന്ന് പറയും. അന്നേരം മഹേഷ് ചോദിക്കും, അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാൻ നിനക്ക് ധൈര്യമുണ്ടോ, എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ എന്ന് പറയുമ്പം രചന പറയുന്നുണ്ട്, എനിക്കതിനുള്ള ധൈര്യമുണ്ട്, അത് മഹേഷിന് അറിയാലോ. ഞാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പ് എയ്യുകയും ചെയ്യും, കറക്റ്റ് ലക്ഷ്യത്തിൽ തന്നെ കൊള്ളിക്കുകയും ചെയ്യും, അതിനുള്ള കഴിവ് എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോകും എന്ന് തന്നെ പറയുവാണ്. എന്നിട്ട് അന്നേരം മഹേഷ് പറ്റില്ല എന്ന് പറയുന്നു. അന്നേരം വക്കീൽ വരുന്നുണ്ട്. വക്കീൽ പറയും, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നടക്കണം, ബാലാവകാശ കമ്മീഷൻ്റെയും വനിതാ കമ്മീഷൻ്റെയും ഓർഡർ ഉണ്ട്, കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്, അത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേ മഹേഷ് സമ്മതിക്കത്തില്ല. ഈ 5 വർഷം ഇവളെ എവിടെയായിരുന്നു, ഞാനാണ് എൻ്റെ മകളെ വളർത്തിയത്, ഞാൻ അവളെ വിട്ടു തരില്ല എന്ന് തന്നെ പറയും. അന്നേരം വക്കീൽ പറയുന്നുണ്ട്, മാഡം പോയി കുട്ടിയെ വിളിച്ചോളാൻ പറയും. കുട്ടിയെ വിളിക്കാനായിട്ട് രചന മുന്നോട്ട് വരുന്നേക്കും മഹേഷ് പിടിച്ച് തള്ളും. കറക്റ്റ് പോലീസ് ജീപ്പും വരും. അന്നേരം അവർ പറയുന്നുണ്ട്, കുട്ടിയെ വിട്ട് കൊടുക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ, വേറെ ഒന്നും നടക്കില്ല എന്ന് പറയും. രഘുലാലാണ് ഇറങ്ങി വരുന്നത്, SI. രഘുലാലും പറയുന്നുണ്ട്, മഹേഷ് സാറിന് അറിയത്തില്ലാത്തൊന്നും അല്ലല്ലോ നിയമം, നമുക്ക് നിയമത്തിൻ്റെ വഴിയിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ, അതുകൊണ്ട് കുട്ടി ഇപ്പോൾ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയും. അന്നേരം സ്വപ്നവല്ലി പറയുന്നുണ്ട്, 6 മാസം ആയപ്പോൾ കുഞ്ഞിനെ ഇട്ടിട്ട് ഇറങ്ങിപ്പോയതാണ് ഇവള്, അതിനുശേഷം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഞാനാണ് എൻ്റെ മകളെ വളർത്തിയത്, പിന്നെ എന്തിനാ മകളെ ഇപ്പോൾ ഇവൾക്ക് എന്നൊക്കെ ചോദിക്കും. അന്നേരം രഘുലാൽ പറയുന്നുണ്ട്, നിയമം അനുസരിച്ച് നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ, വികാരത്തിന് അടിമപ്പെട്ട് ഇവിടെ ഒന്നും നടക്കുകയില്ല, അതുകൊണ്ട് കുട്ടിയെ വിട്ടുകൊടുക്കണമെന്ന് പറയും. അങ്ങനെ വക്കീലും പറയും, പോയി കുട്ടിയെ വിളിച്ചുകൊണ്ട് വരാൻ. അപ്പം കുട്ടിയെ വേറെ നിവൃത്തിയില്ലല്ലോ മഹേഷിന്. അപ്പം ചിപ്പിമോളെ പിടിച്ച് വണ്ടിയിൽ നിന്ന് ഇറക്കുവാണ് രചന. പക്ഷേ ചിപ്പിമോൾ പോകില്ല, ഡാഡി എന്ന് പറഞ്ഞ് മഹേഷിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. അപ്പം മുറുകെ പിടിച്ചുകൊണ്ട് വന്നെയും പിടിച്ച് തള്ളി അവിടുന്ന് കുതിറി വന്ന് മോൾ പിന്നെയും മഹേഷിനെ തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. അന്നേരം സ്വപ്നവല്ലി പറയുന്നുണ്ട്, കണ്ടോ, അവൾക്ക് അവളുടെ ഡാഡിയുടെ കൂടെ നിന്നാൽ മതി, പിന്നെ എന്തിനാ സാറേ ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ ഓർഡറുണ്ട്, അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാഡം കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്ന രചനയോട് പറയുന്നു. രചന ബലമായിട്ട് കുട്ടിയെ അവിടുന്ന് കൊണ്ടുപോവാണ്. ആകെ തകർന്ന് വിഷമിച്ച് നിൽക്കുക കേട്ടോ മഹേഷ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഇഷിത അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇഷിതയ്ക്കും വിഷമമാവുന്നുണ്ട്. ഇഷിത ഒന്നും മിണ്ടാതെ കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും മഹേഷ് അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, എൻ്റെ ആത്മാവിനെയാണ് നീ അവർക്ക് കൊടുത്തു വിട്ടത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുവാണ്. ഇഷിതയ്ക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാതെ ഇഷിത കയറിപ്പോരുന്നു. വിഷമിച്ച് നിൽക്കുന്ന മഹേഷിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.